ചാർലി ചാപ്ലിന്റെ ചിരി ഇന്നും നമ്മൾ ചിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് കൊള്ളുന്നതുകൊണ്ടാണ്. ഞാൻ തിയേറ്ററിൽ കരഞ്ഞിട്ടുള്ള ജാനേമൻ സംഭവിച്ചപ്പോ അവരെന്റെ അടുത്തേക്ക് വന്നതാണ്. ചിദംബരം ആദ്യം പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇറങ്ങുമ്പോ ചർച്ചയാവും, നമ്മുടെ മനസ്സിൽ നിൽക്കും. യെസ്, നൈസ് നൈസ് നൈസ്. അപ്പൊ നമ്മൾ തന്നെ ഒന്നുകൂടെ വേണം, നൈസ്. മൊബൈൽ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് വലിയ അക്ഷരങ്ങളാണ്, കണ്ണട വെക്കൂല. അപ്പൊ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വലിയൊരു മൊബൈൽ. ചേട്ടൻ പറഞ്ഞത് ഇതാണ് ഹീറോ എന്ന് പറഞ്ഞ ചൂണ്ടിക്കാണിക്കും. ഹീറോ ഹീറോ നമ്മളവിടെ കാശിന് ഭയങ്കര തിരക്കാണ്. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു റെസ്റ്റോറന്റ്, ആ റെസ്റ്റോറന്റിൽ വലിയ ആളൊന്നുമില്ല. അപ്പോ അതിന്റെ ഓണർ വന്നിട്ട് ആദ്യം അയാൾ അകത്ത് നിന്ന് ചോദിച്ചത് എന്താണ് ഇവിടെ കയറിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ആരാണ് ഹീറോ? മിന്നൽ മുരളിക്കാ ഡയറക്ടർ. നെറ്റ്ഫ്ലിക്സ് में देखा, ഭയങ്കര സ്വീകരണമായിരുന്നു. മായ ഇപ്പൊ എന്ത് ഇല്ല, വേറെ മറ്റേ നമ്മുടെ LIC ഏജന്റ് മായയുടെ കാര്യമാണ് ചോദിച്ചത്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. നമസ്കാരം. വ്യത്യസ്തമാണ് ഈ പേര്. എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരെ ഓർമ്മ വരുന്നത്. ഈ പ്രൊഡ്യൂസർമാർ ചെയ്യുന്ന എല്ലാ സിനിമയ്ക്കും വ്യത്യസ്തമായ പേരുകളാണ്, ശരിയല്ലേ? അതെ, ജാനേമൻ, ജയ 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 ഹേ, ഫാലിമി, എല്ലാം വ്യത്യസ്തമായ പേര്. അതെല്ലാം ഹിറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതും സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, യെസ്, തീർച്ചയായിട്ടും. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് ഓർത്താണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ജഗദീഷേട്ടാ, നമുക്ക് ഈ സിനിമയിലെ മനോഹരമായ ഒരു ഗാനത്തോടു കൂടി തുടങ്ങാം. അല്ല, ആ ഗാനം ഞങ്ങൾ ജോയിൻ ചെയ്യും. ഞാനും മിനരാജ് സാറും ഒക്കെ ജോയിൻ ചെയ്യും. ഇവർ രണ്ടുപേരും പാടും. തുടങ്ങിക്കോളും. സംഗീതത്തിൻ സംഗീതേ തന്തോയത്തിലാണ് മത്താലേ പ്രേമത്താലേ കത്താലേ ശോകത്താലേ നന്നാനേ താരത്താരേ തത്താരേ താരത്താരേ മഞ്ചീര. മനോഹരമാണ്. നമുക്ക് ഈ ഗാനം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു എനർജി വന്നു. അപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഹൈദരാലി പറഞ്ഞ കറക്റ്റ് വാക്കാണ്. കാരണം എനർജി തോന്നി എന്ന് പറഞ്ഞില്ലേ, എനർജിയാണ്. അല്ല, ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് എന്തൊരു മെലഡി, അങ്ങനെയല്ല. എനർജി തോന്നുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മെലഡി ഉണ്ട് വേറെ, പക്ഷെ ഈ പാട്ടിന് ഒരു എനർജി ഫീൽ ചെയ്യണം. ആ സാഹചര്യം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ അത് പറയാൻ പ്രണയം തന്നെയാണ്. പ്രണയം അത്രയും നമ്മൾ റിവീൽ ചെയ്യാം. സിനിമ നമുക്ക് ആളുകൾ പറയണ്ട. പ്രണയം ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ കല്യാണമൊക്കെ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും. പ്രണയത്തിന് ഒരു മെലഡി ആവാമായിരുന്നു, പക്ഷെ ഇത് വേറെ രീതിയിലാണ്. വേറെ രീതിക്ക് അങ്ങ് ആക്കി. പ്രണയം ഏത് രീതിക്ക് വേണമെങ്കിൽ ആകാമല്ലോ, അല്ലെ? അതാണല്ലോ സത്യം. അത് ബേസിൽ നല്ല എക്സ്പീരിയൻസ് പോലെ പറഞ്ഞത്. പ്രണയത്തിന് മെലഡി ആയിരുന്നു, അനുഭവിച്ചറിഞ്ഞ ആളാണ്. ശരിക്കും അറിഞ്ഞ ആളാണ്. എന്തായാലും ഫാലിമി എന്ന സിനിമയിൽ നമുക്ക് ഏറ്റവും സീനിയറായ ആളിൽ നിന്ന് നമുക്ക് തുടങ്ങണമല്ലോ. തീർച്ചയായും. ഒത്തിരി നാടകങ്ങളിൽ പ്രേക്ഷകരെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തി. ഒരു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടുകെട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ചേട്ടാ? സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചു വന്നതല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമുക്കൊന്നും എത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ പണ്ട് കാലം മുതലുണ്ട്. ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രേംനസീറിനെയൊക്കെ പോലുള്ള സുന്ദരന്മാരുടെ കാലമായതുകൊണ്ട് അങ്ങനെയാണത്. വളരെ കുറച്ച് സിനിമകളല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേ ഈ രംഗത്തുള്ള പരിചയക്കാരുമില്ല, നമുക്കൊന്ന് കടന്നു വരാൻ പരിചയക്കാരുമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു അന്യത്വം ഇല്ലാതായി. സിനിമ എന്തോ ഒരു ഇങ്ങനെ ഭയങ്കര ആളുകളുടെ ഒരു ആണെന്നാണ് നമ്മുടെ ധാരണയുണ്ട്. ഇല്ല, നമ്മൾ നാടകത്തിൽ നടക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ സിനിമയാണ്. ഈ നാടകക്കാർക്ക് പൊതുവെ ഒരു ഇച്ചിരി അത് അറിയാവുന്നതുകൊണ്ട് ഇച്ചിരി അങ്ങനെ ഒരു ഉണ്ട്. സംസാരിക്കുമ്പോൾ മസിൽ കൊടുത്ത് അഭിനയിക്കുമ്പോൾ ഇടത്തൊക്കെ തന്നെയുണ്ട്. എങ്കിലും നല്ല സ്നേഹമുള്ളവരാണ് അവർ, അതില്ലെന്നല്ല. പക്ഷെ അതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു അടുപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ
ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും നമ്മളെക്കാളൊക്കെ മുമ്പ് രജിസ്റ്ററായ ആളാണ്. പക്ഷെ അതല്ല, അവരെന്നെ സ്വീകരിച്ചതും എന്നോട് കാണിച്ചതും വളരെ മുമ്പേ പരിചയമുള്ള അവരുടെ അപ്പൂപ്പനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെയൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ് ഇതിലുണ്ടായത്. അപ്പോൾ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതുപോലെ വേറൊരു നാടകത്തിൻ്റെ വർക്കിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരിൽ ഒരാളായ ഷിബോയ് എന്നെ വിളിക്കുന്നു. ഉടനെ വരണമെന്നും പറഞ്ഞാൽ വിളിക്കണം. അപ്പോൾ ഷിബോയുടെ ശബ്ദം കേട്ടപ്പോഴും ഷിബോ എന്നുള്ള പേര് കേട്ടപ്പോഴും എനിക്ക് തോന്നി എന്തൊരു ചെറിയ ഏർപ്പാടാണ് ഇത്. എനിക്ക് സിനിമയാണെന്ന് പോലും തോന്നിയില്ല, എന്തോ ഷോർട്ട് ഫിലിം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും പറ്റില്ല, നാളെയും പറ്റില്ല, മറ്റന്നാളും പറ്റില്ല, കാരണം എനിക്ക് നാടക അവതരണമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ചേട്ടാ, ഒന്ന് നാളെ രാവിലെ വരിക എന്നും പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ 10 മിനിറ്റേ ഉള്ളൂ എനിക്ക് തരുള്ളൂ, എനിക്ക് വേറെ നാടക അവതരണമുള്ളതുകൊണ്ടാണ് 10 മിനിറ്റ് എന്നും പറഞ്ഞ് ഞാൻ ചെല്ലുന്നു. അവിടെ വെച്ച് സാൻജോ എന്ന് പറഞ്ഞ ഇതിൻ്റെ കോറൈറ്റർ ഉണ്ട്, അദ്ദേഹമാണ് എനിക്ക് കഥ പറഞ്ഞു. കഥ 1 ലൈൻ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു നമ്മളൊന്ന് ടച്ച് ചെയ്തു. കാരണം കഥയിൽ തന്നെ എനിക്ക് യുക്തിഭദ്രത എന്നൊരു സാധനം ഫീൽ ചെയ്തു. ഇതിലൊന്നും അവിശ്വസനീയമാണെന്ന് എൻ്റെ വിശ്വാസം പ്രേക്ഷകർക്കും തോന്നില്ല. അവിശ്വസനീയമായ ഒരു കാര്യവും ഇല്ല. അപ്പോൾ അത് എന്നെ ആകർഷിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നിതീഷ് സാറിനെ വിളിച്ചു. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞത് ഇതൊന്ന് പറഞ്ഞു നോക്കാം എന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാടകത്തിൻ്റെ തിരക്കിൽ എന്നാലും ഒന്ന് സ്ക്രിപ്റ്റ് അവർ പറഞ്ഞ പോലെ ഞാനൊന്ന് വായിച്ചു. നിതീഷ് സാറിന് അത് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു, കണ്ടു. പിന്നെ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫോട്ടോ ഗണേഷ് സാറിനൊക്കെ അയച്ചു കൊടുത്തു. അവരും എന്നെ ഓക്കെ അടിച്ചു. അങ്ങനെ ഏറ്റവും നവംബർ 3-നാണ് ഞങ്ങൾ ഈ ഷൂട്ടിന് വേണ്ടി പോകുന്നത്. ഞാൻ ഏകദേശം ഒരു ഒക്ടോബർ 26, 27 വന്നു പെട്ടതാണ്. നാളെ സമയമില്ല, മറ്റൊന്ന് സമയം, എൻ്റെ പിറ്റേ സമയം, പിന്നെ സമയം മാത്രം ഉണ്ടായിരുന്നു. അതെ, അല്ല ലാസ്റ്റ് നാടകം കഴിഞ്ഞു. ഒക്ടോബർ ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ നാടകം കഴിഞ്ഞു, പിന്നെ ഫ്രീ ആയി. അതൊരു കാവ്യനീതിയാണ് ഈ മീനരാജ് മാഷ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തുക. ഇത്രയും വർഷങ്ങളായിട്ട് 50 വർഷത്തോളമായിട്ട് നാടകത്തിലും ഒക്കെ ആയിട്ടും ഒരുപാട് ജീവിതാനുഭവങ്ങളും ഭയങ്കര വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഈ സിനിമ വിജയിച്ചാൽ അത് മീനരാജ് മാഷിന്റെ എന്താ പറയാ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചിലപ്പോൾ സംഭവിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ആൾ ഇത്രയും എക്സ്പീരിയൻസിന്റെ ഒരാളുടെ ഒരു എന്താ പറയുക എല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ആക്ച്വലി ഹീറോ എന്ന് പറയുന്നത് മാഷാണ്. മാഷിനെ ആണ് ഈ സിനിമ കഥ എന്ന് പറയുന്നത്. മാഷാണ് ഈ കഥയെ ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാവരുടെയും കഥയാണെങ്കിൽ പോലും ഈ കഥയെ നയിക്കുന്നത് മാഷാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ സിനിമയിലേക്ക് ഡെസ്റ്റിനിയാണ് മാഷിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഈ സിനിമ എൻ്റെ ഒരു അറിവനുസരിച്ച് വളരെ നേരത്തെ ചിത്രീകരിക്കേണ്ടതായിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഡയറക്ടറോട് അവസാനം പറഞ്ഞ ഇതൊക്കെ മാറിപ്പോയത് എനിക്ക് വേണ്ടിയാണ്. അതാണ് പറഞ്ഞതും, അതാണ് ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞതും. അല്ല ജഗദീഷേട്ടാ, ഈ പെട്ടെന്ന് ഇദ്ദേഹത്തെ പോലെ നമ്മൾ എത്രയോ സ്റ്റേജുകളിൽ കൈയടി വാങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ഓടി ഈ സിനിമയിലേക്ക് എത്തുന്നു. സിനിമയിൽ വന്നപ്പം ഒരു എക്സ്പീരിയൻസ് അല്ലേ, ജഗദീഷേട്ടൻ്റെ ഒരു മനസ്സിലേക്ക് ഇദ്ദേഹമൊക്കെ എത്തുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ല, ഈ നമ്മൾ നടന്മാർ തമ്മിൽ അല്ലെങ്കിൽ നടനോ നടിയോ ഒരു തമ്മിൽ ഒരു റാപ്പോർട്ട് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഡേ മീനരാജ് സാറിനെ നേരിട്ട് പരിചയപ്പെടുന്നതിൻ്റെ ആ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊരു റാപ്പോർട്ട് ഇദ്ദേഹമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന്. അപ്പം പിന്നെ വളരെ എളുപ്പമായി. എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി. നാടകരംഗത്ത് ഇത്രയും വർഷത്തെ പരിചയം എന്ന് പറയുമ്പം എന്തുമാത്രം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അഭിനയം എന്ന് പറയുന്ന അനുഭവമാണ്. ഓരോ സ്റ്റേജും ഓരോ അനുഭവമാണ്. അവിടെ എന്തെല്ലാം സാഹചര്യങ്ങളിൽ ആരുടെ മുന്നിൽ അവതരിപ്പിച്ചാലും ഏത് സമിതിക്ക് വേണ്ടിയാണ്, ഏത് ഓഡിയൻസിന് വേണ്ടിയാണ്, ഏത് സ്ഥലത്ത് അവിടെ എത്തിപ്പെടുന്നതിൻ്റെ പ്രശ്നം, അവിടെ കട്ടൻ കെട്ടുന്നത്, അവിടുത്തെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൻ്റെ, അവിടുത്തെ പാട്ടുകാർ വരുന്നതിൻ്റെ, ബാക്കിയുള്ള നടന്മാർ വരുന്നതിൻ്റെ, ഒരു നടൻ ലേറ്റായിട്ട് എത്തിയാൽ ഉണ്ടാകുന്ന ടെൻഷൻ ഉൾപ്പെടെയുള്ള ഈ ഓരോ സ്റ്റേജും ഓരോ അനുഭവമാണ്. അങ്ങനെ 50 വർഷത്തോളമുള്ള അനുഭവമുള്ള ഒരു നടൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ കഴിഞ്ഞതെന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സീനിയോറിറ്റി ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാനും ബേസിലും സന്ദീപും ഒക്കെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്പെക്റ്റ് വിട്ട് നമുക്ക് പെരുമാറാൻ പറ്റില്ല. ഈ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അത്രയും റെസ്പെക്റ്റ് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. പതിയെ പരിചയപ്പെട്ട് അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കി. ഇതല്ല, ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമുക്ക് ഒരു അകൽച്ച
ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാവർക്കും മീനാരാജ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾ തന്നെ. പിന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണം, ട്രെയിൻ ഷൂട്ട് ചെയ്യണം. ഒരു ട്രെയിൻ പാസ് ചെയ്തിട്ട് ആ ഷോട്ട് എടുത്തിട്ട് അടുത്ത ഷോട്ട് എടുക്കുന്നെങ്കിൽ ട്രെയിൻ അത്രയും ദൂരം പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വേണം എടുക്കാൻ. ഭയങ്കര ക്ഷമ വേണം. നമ്മൾ മാറിയിരുന്ന് ആ സമയത്ത് നമ്മൾ ഇതെന്ത് എന്ന് ചിന്തിച്ചാൽ എല്ലാവരുടെയും മൂഡ് പോകും. ആ സ്പിരിറ്റ് ഡൗൺ ആകാതെ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇത് പലപ്പോഴും അർദ്ധരാത്രി വെളുപ്പിന് 4 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ പോക്കെന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ നമ്പർ 20 മദ്രാസ് മെയിലിലെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത് ട്രെയിനിൻ്റെ ഷൂട്ടിങ്ങാണ്. ഈ ട്രെയിനിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് എടുത്ത് ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെയിനിൻ്റെ സിഗ്നൽ കൊടുക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽ കൊടുത്തിട്ടേ ബാക്കിലോട്ട് മൂവ് ചെയ്യുള്ളൂ. പിന്നെ 1 ഇഞ്ച് പോകണമെങ്കിൽ അപ്പോൾ എത്ര സമയം എടുക്കും ആലോചിച്ചു. ഇത് ഈ സിനിമയിൽ അങ്ങനെ ട്രെയിനിന് വേണ്ടിയും ബസ് യാത്രയ്ക്ക് വേണ്ടിയും അന്യനാട്ടിലാണ്, നമുക്ക് ഒരു പരിചയമില്ലാത്ത ടെറൈനാണ്. അവിടെ നമ്മൾ തമ്മിൽ നല്ല ധാരണയും ഐക്യമൊക്കെ ഉണ്ട്. മഞ്ജു പിള്ള എല്ലാവരും പരസ്പരം സഹകരിച്ച് അവിടുത്തെ നാട്ടിലെ ആൾക്കാരായി നമ്മൾ മാറി എന്നുള്ളതാണ്. അവിടെ നാട്ടുകാരുമായിട്ട് നമുക്ക് നല്ല ഒരു റാപ്പോ ഉണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എല്ലാവരും കുറച്ച് ടയേർഡാണ്, എക്സോസ്റ്റഡ് ആണ്. അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് നമ്മൾ അഭിനയിക്കേണ്ട വന്നിട്ടില്ല. ആ ടയേർഡ്നെസ്സും ആ പൊടിയും ബഹളവും വേർപ്പും തണുപ്പും കാലാവസ്ഥയും കുറേ രാജസ്ഥാനിൽ ചൂടും പകല് കൊടും ചൂട്. രാജസ്ഥാനിൽ മരുഭൂമിയിലായിരുന്നു ചൂട്, അപ്പോൾ കൊടും ചൂടും രാത്രിയാകുമ്പോൾ കൊടും തണുപ്പ്. കാശിയിലേക്ക് എത്തുമ്പോഴേക്കും ഫുൾ തണുപ്പ്. കാശിയുടേതായ വേറെ കാലാവസ്ഥയുടെയും പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്രൗഡ് അതെല്ലാം കൂടെ. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു സിനിമയിൽ എങ്ങനെയാണോ നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ നമ്മളെ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അവിടുത്തെ റിയൽ കാശിയില് അവിടെ ദർശനം നടത്താൻ വരുന്നവരുടെ കൂടെ നമ്മൾ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അത് അവര് പറഞ്ഞിട്ടില്ല, ഈ അവരൊന്നും പറഞ്ഞിട്ടില്ല. ക്യാമറ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്കും അറിയില്ല. നമ്മുടെ അടുത്ത് നടക്കാൻ പറയും, നമ്മളങ്ങ് നടക്കും. അത് പടി കയറി ഇങ്ങനെ പോകും. അവിടെ നിന്ന് വിളിച്ചു നേരെ നടന്നോളാൻ പറയും. ഇവിടെ നിന്നിട്ട് കുറേ ദൂരം നടക്കണം, ക്രൗഡിന്റെ കൂടെയാണ്. ആ നടന്ന് വരുന്ന ഡബിങ്ങിന് വരുമ്പോഴാണ് ഇത് ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവുന്നത്. നമ്മൾ പലപ്പോഴും ക്യാമറ എവിടെയാണ്, 2 ക്യാമറ ഉണ്ടാവും, നമുക്കൊന്നും അറിയില്ല. ഈ ക്രൗഡിന്റെ കൂടെ ഇങ്ങനെ അങ്ങ് ലയിച്ച് അവിടെ പാട്ടുണ്ട്, റിയൽ മ്യൂസിക് ഉണ്ട്, അതിന്റെ കൂട്ടത്തിലൊക്കെ അങ്ങനെ പോകണം. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറയുന്ന ഒരു ഫാമിലി ചിത്രമാണ്. നമുക്ക് ആ ഫാമിലി ചിത്രമായിട്ടാണ് നമുക്ക് പോസ്റ്ററിൽ നിന്നും ഇതിലൊക്കെ മനസ്സിലാവും. ഫാമിലി ഒരു മുത്തച്ഛനും ഒരു അച്ഛനും മക്കളും എന്ന നിലയിലേക്കാണ് സിനിമ പോകുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായത്. ഒത്തിരി ഫാമിലി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി ചിത്രങ്ങളാണ് കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും. ആ ചിത്രങ്ങൾ കുറേ നാളുകളായിട്ട് സത്യേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ ഇല്ലാതാക്കുകയും പിന്നീട് ആ ചിത്രങ്ങളിലേക്ക് തിരിച്ചു വരവിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു ഫാമിലി ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ളൊരു വിശ്വാസം ഈ സിനിമയ്ക്ക് കൊടുക്കാൻ എന്തായിരിക്കും ജഗദീഷ് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? അല്ല, ഈ ഫാമിലി പടം എന്ന് പറയുന്നത് പ്ലസും പറയാം മൈനസും പറയാം. ഇന്നത്തെ കാലത്ത് ഈ ഫാമിലി പടം അത്ര ഒരു വലിയ എക്സ്പീരിയൻസ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരെ കൂടെ തൃപ്തിപ്പെടുത്തണം. ഈ ഫാമിലി പടം എന്ന് പറഞ്ഞാൽ നന്മ ഉദ്ഘോഷിക്കുന്ന പടങ്ങൾ, അച്ഛൻ അമ്മ. അവസാനം ഞാൻ തിയേറ്ററിൽ ഈ താരാചന്ദ് ബർജാത്യ നിർമ്മിച്ച് സൂരജ് ബർജാത്യ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളെല്ലാം കണ്ട് കരഞ്ഞിട്ടുള്ള ആളാണ്. ഹം ആപ്കെ ഹേ കോൻ, ഹം സാത്ത് സാത്ത് ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടങ്ങൾ, ഈ സൂരജ് ബർജാത്യയുടെ എല്ലാ പടങ്ങളും കണ്ട് ഞാൻ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോൾ ഞാൻ കരയും. പക്ഷേ ആ സൂരജ് ബർജാത്യ ഇന്ന് എടുത്തിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഊഞ്ചായി എന്ന് പറഞ്ഞ് അമിതാഭ് ബച്ചനേക്കുള്ളൊരു പടം, ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി മൂവി എടുത്തിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൽ ഒരാൾ ഇന്ന് എടുത്തിരിക്കുന്ന ഫാമിലി മൂവി എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഫാമിലി മൂവി അല്ല. എന്ന് പറഞ്ഞാൽ ഇത് ടിപ്പിക്കൽ ഫാമിലി മൂവി അല്ല. ഇന്ന് ഈ ഒരു ടിപ്പിക്കൽ ഫാമിലി മൂവീസിന് അധികം പ്രസക്തിയില്ല. ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഫീൽ ഗുഡ്, അവസാനം എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കുറ്റങ്ങൾ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് വീഴുന്ന സംഭവം, കുടുംബം വലുതാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള നന്മയൊന്നും ഉദ്ഘോഷിക്കുന്ന പടമൊന്നുമല്ല. ഇത് കുറേ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് ഫാമിലിക്ക് വേണ്ടിയുള്ള പടമാണ്, അല്ലാതെ കുടുംബ ചിത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന് മുദ്ര കുത്താൻ പറ്റില്ല. ഇതിനകത്ത് ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ആ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള കുടുംബമായിരിക്കും, പക്ഷെ ആ കുടുംബത്തിൻ്റെ രസം, നർമ്മം, അതിൻ്റെ പിന്നെ മണ്ടത്തരം അല്ലേ, അതിൻ്റെ പോക്കിരിത്തരം എല്ലാം ഈ കുടുംബത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ രസം. അല്ല ടിപ്പിക്കൽ ഒരു ഫാമിലി മൂവി അല്ല, ഒന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ഈ പ്രൊഡ്യൂസർമാരുടെ കൂടെ 3ാമത്തെ സിനിമയിലേക്ക് വരാണ്, വിട്ടുകൊടുക്കില്ലാന്ന് തീരുമാനിച്ചാണോ? എന്താണ് എൻ്റെ ഒരു ഉള്ളടക്കം എന്ന് എനിക്ക് അറിയാൻ കൊള്ളാം. അല്ല, ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്കെല്ലാം വീണ്ടും വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യാം അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന ഇപ്പോൾ ജാനേമൻ സംഭവിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ചിദംബരം ആദ്യം പ്രൊഡ്യൂസേഴ്സാണ് ആ സിനിമയിലേക്ക് വന്നത്. ജയ വന്നപ്പോൾ വിപിൻ ചേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഞാൻ വിപിൻ ചേട്ടൻ ജാനേമൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് ഞാൻ ഇവരുടെ അടുത്തേക്ക് വിപിൻ ചേട്ടനെ പറഞ്ഞു വിടുകയായത്.
ഫാലിമി നിതീഷ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, അന്നേരം പ്രൊഡ്യൂസർ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നിതീഷ് പിന്നെ ഇവരുടെ അടുത്തും, ഇവർക്കപ്പോൾ ജാനേമൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനേമൻ അപ്പോൾ അവർക്കൊരു ഏകദേശം ഒരു സൂചനയുണ്ട് ജാനേമൻ വർക്കാവും എന്നുള്ള, സോറി ജയ ജെ വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അത് കാരണം അപ്പോൾ പിന്നെ ഈ സിനിമയും അപ്പോൾ തന്നെ അവരങ്ങനെ ഒരു പ്രൊജക്റ്റ് അവരും കഥയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അതങ്ങ് സംഭവിച്ചതാണ്. അത് അങ്ങനെ എല്ലാം അങ്ങനെ പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നില്ല. എനിക്ക് പിന്നെ അവരുമായിട്ട് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. അവരും ഈ പറയുന്ന സിനിമ ക്യാമറാമാൻ ആയിരുന്നു അതിൽ, ഗണേഷ് ഏട്ടൻ, ലക്ഷ്മി ആണെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാരാണ്, അല്ലാതെ സിനിമ എന്താണെന്ന് അറിഞ്ഞു വന്നതാണ്. അപ്പൊ കുറെ പൈസ ആയിട്ട് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ആൾക്കാരല്ല, കുറച്ചുകൂടെ സിനിമയിൽ തന്നെ നിന്ന് വളർന്ന് പ്രൊഡ്യൂസേഴ്സ് ആയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്, ട്രാൻസ്പെറൻസി ഉണ്ട്, നമ്മളെ പോലെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടുള്ളൊരു സുഖമുണ്ട്, കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പമാണ്, സിങ്കാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഇതിനു വേണ്ടി തന്നെ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ സിനിമ ഹിറ്റായാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ സന്തോഷം ബേസിലാണ് ഹാട്രിക്. അതെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകട്ടെ. അതാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഫാമിലി ചിത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ചെയ്തു വെച്ചിരുന്ന ഇവരുടെ സിനിമയിലെല്ലാം ഫാമിലി ചിത്രങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ട ഒരു ചിത്രമായിരുന്നു. അതിൽ വ്യത്യസ്തമാണ് ഈ ചിത്രങ്ങൾ. നമ്മളൊരു നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുടുംബത്തിന് കാണാം, അല്ല അടിച്ചേൽപ്പിക്കുകയല്ല, കുടുംബ ചിത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല എന്ന് ജഗദീഷ് ചേട്ടൻ പറഞ്ഞു. ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ ഞാൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ബേസിലെ കഥാപാത്രം എൻ്റെ അടുത്തൊരു വീട്ടിലുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാനായിരുന്നു, ജഗദീഷ് ചേട്ടൻ്റെ അച്ഛൻ്റെ കഥാപാത്രം എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അതായിരുന്നു എന്ന് തോന്നിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഈ സിനിമ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ, നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ. ഇവരുടെ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ റിലേറ്റബിൾ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ഫീൽ ഗുഡ് ഫാമിലി എന്ന് പറയുന്ന പോലത്തെ ഒരു ടെംപ്ലേറ്റ്, അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമകൾക്ക് പ്രസക്തിയില്ല. അത് തിയേറ്ററിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തിയേറ്ററും OTT എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സമയത്ത് തിയേറ്ററിലേക്ക് കുറച്ചുകൂടെ ഓഡിയൻസ് കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന് കുറച്ചുകൂടെ അങ്ങനത്തെ സിനിമകൾ വന്നാലേ ആൾക്കാർ വരുള്ളൂ. ഇപ്പോൾ ജഗദീഷൻ പറഞ്ഞ പോലത്തെ സിനിമകൾക്ക് ഇപ്പോൾ ഒരു ഫാമിലി ഡ്രാമ, ഒരു വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ ആൾക്കാർ പഴയ പോലെ തിയേറ്ററിലേക്ക് വരണമെന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടെ ആ കമ്മ്യൂണിറ്റി വ്യൂവിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന, തിയേറ്റർ വ്യൂവിങ് കൊടുക്കാൻ പറ്റുന്ന, അതിപ്പോൾ വലിയ സിനിമ തന്നെ ആവണമെന്നില്ല, വലിയ ബജറ്റുള്ള സിനിമ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ജയ അത്ര വലിയ ബജറ്റുള്ള സിനിമയല്ല, സ്റ്റിൽ കമ്മ്യൂണിറ്റി വ്യൂവിങ് ഡെലിവർ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ആ സിനിമ സക്സസ്ഫുൾ ആയത്. അല്ലെങ്കിൽ ഇപ്പോൾ രോമാഞ്ചം, അതൊന്നും ബഡ്ജറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു മെയിൽ സെൻട്രിക് ആവണം അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക്, അങ്ങനെയൊന്നുമില്ല. സിനിമയ്ക്ക് തിയേറ്ററിൽ ഓഡിയൻസിനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നത്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന അച്ഛനും മകനും അമ്മയും അപ്പൂപ്പനും മാനും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. ഇത് നമ്മളൊരു ട്രാവൽ സിനിമയാണ്, ട്രാവൽ ജോണറിൽ വരുന്ന സിനിമയാണ്, ഒരു അഡ്വഞ്ചർ സിനിമയാണ്, അഡ്വഞ്ചർ ട്രാവൽ കോമഡി എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അതിൽ ഈ അങ്ങനത്തെ അവസ്ഥകളിലൂടെ ഇവർ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ അകത്തേക്ക് എത്തുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നു, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ അതിൽ നിന്ന് അവസാനം ഇവർ ഒരു പ്രശ്നത്തിൽ നിന്നൊരു റെസൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുത്ത് അല്ലെങ്കിൽ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ശുഭം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരു നന്മ മരം എന്ന് പറയപ്പെടുന്ന ഒരാളൊന്നുമില്ല, ആരുമില്ല. എല്ലാവരും കുറവുകളുള്ള സാധാരണക്കാരായ എല്ലാവരെയും പോലെയൊക്കെ തന്നെയുള്ള മസിലൊക്കെ പിടിച്ച് നടക്കുന്ന അവരുടേതായ ഈഗോകളൊക്കെ ഉള്ള കുറച്ച് മണ്ടത്തരമൊക്കെ ഉള്ള മണ്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വെറും മണ്ടന്മാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവരുടെ കോമഡികളും തമാശകളൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് എവിടേക്കോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇമോഷൻസും കുറേ കാര്യങ്ങളും നമുക്ക് കണക്റ്റ് ആവും ഈ സിനിമ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുഷ് ചെയ്തിട്ടൊരു സിനിമ എടുക്കുമല്ല. ഇപ്പോൾ നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ പക്ഷേ തിയേറ്ററിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനൊരു അഡ്വഞ്ചർ ട്രാവൽ എന്നൊക്കെ പറയുന്ന ഒരു ഫ്ലേവറിൽ ഇതൊക്കെ കൊടുക്കാൻ പറ്റുമ്പോൾ അത് വേറൊരു രീതിയിൽ. ഇപ്പോൾ ജയ ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് മാത്രം എടുത്തിരുന്നെങ്കിൽ ആരും തിയേറ്ററിൽ വരില്ല. അതിനൊരു ആക്ഷൻ, അത് അവർ തമ്മിലുള്ള കോമഡിയും ആക്ഷനും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് അതൊരു കമേഴ്ഷ്യൽ തിയേറ്റർ സിനിമയായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമാണ്. ഇതൊരു പാക്കേജ് ആയിട്ട് നമ്മളിത് ഡെലിവർ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തിയേറ്ററും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സിനിമ എന്നുള്ളത്. അത് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബാക്കി ഇതിന് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഹൈദരാലി ചോദിച്ച കാര്യം ബേസിൽ പറഞ്ഞ മറുപടി രണ്ടും കറക്റ്റാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ കാണുമ്പോൾ ഈ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ പയ്യനാണെന്നോ വീട്ടിൻ്റെ അപ്പുറത്തെ അച്ഛനാണെന്നോ ഒന്നും ഓർമ്മ വരില്ല. ചിരിക്കും, രസിക്കും, ആസ്വദിക്കും. എല്ലാം കണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇത് അപ്പുറത്തെ വീട്ടിലെ
അയാളല്ലേ, ഇത് ഞാനല്ലേ എന്ന് ചിന്തിക്കും. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ അച്ഛനല്ലേ, അങ്ങനെ ഒന്നും ഇറങ്ങുമ്പോൾ ചർച്ചയാവും, നമ്മുടെ മനസ്സിൽ നിൽക്കും. യെസ്, ഇറങ്ങുമ്പോൾ ചർച്ചയാവും. കാണുമ്പോൾ രസിക്കാനുള്ള വിഭവങ്ങൾ നിറച്ചായിരിക്കും. അപ്പം നമ്മുടെ അച്ഛനാണ്, ഇത് ഇയാളല്ലേ, ചിരിക്കാനേ നമുക്ക് തോന്നും. ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് എൻ്റെ അച്ഛനും ഇതേപോലെയാണ് എന്നൊന്നും അപ്പം ചിന്തിക്കേ തോന്നൂല്ല. നമുക്ക് ചിരിക്കാനേ തോന്നും, നിറച്ച് ചിരിക്കാനുണ്ടാവും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും മനഃപൂർവ്വമായി സംഭവിക്കുന്നതല്ല, എല്ലാം ഇങ്ങനെ വന്നേരുകയാണ്. വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഇതൊക്കെ നമുക്ക് റിലേറ്റബിൾ ആണ് എല്ലാം. സിനിമ ഒരു എന്റർടൈനർ ആണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്നുള്ള സിനിമ അപ്പുറത്തേക്ക് ഒരു കോമഡി, ഫൺ, അഡ്വഞ്ചർ, ട്രാവൽ സിനിമയാണ്. നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാം, മനസ്സ് നിറച്ചിരിക്കാം. കോമഡി, ഫൺ, അഡ്വഞ്ചർ, ഫാമിലി, അതാണ് അത് കറക്റ്റ്. പത്രപരസ്യം കൊടുക്കാൻ പ്രൊഡ്യൂസർ കൊള്ളും. അത് വേണം, അതുകൊണ്ട് വേണമല്ലോ ഒരു കുടുംബത്തിലെല്ലാം. ഏത് ചിരിയിലും ചേട്ടാ, ചാർലി ചാപ്ലിന്റെ ചിരി ഇന്നും നമ്മൾ ചിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് കൊള്ളുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ചിരി അവിടെ പോയേനെ. ഇന്നും നമ്മൾ ചാർലി ചാപ്ലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചിരിയോടൊപ്പം നമ്മൾ ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ആ കൊള്ളുന്നതുകൊണ്ടാണ്. ചെറിയ വേദന നമുക്ക് കിട്ടും, നൊമ്പരങ്ങളൊക്കെ ഉണ്ടാവും. നൊമ്പരങ്ങൾ വേണമല്ലോ നമുക്ക്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലോ. പിന്നെ ഇതൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതൊന്നും അവകാശപ്പെടുന്നില്ല. ഇതെല്ലാം നന്നായിരിക്കുന്ന മാത്രം പ്രേക്ഷകരോട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരാണ് വിധേയത. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ പറയുന്ന വാക്കുകളെല്ലാം ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയാണ്. നമ്മളിത് ആസ്വദിച്ചാണ് ഇതിൽ അഭിനയിച്ചത്, പങ്കെടുത്തത്. ഇത് പ്രേക്ഷകരെ 100% രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ്. നമ്മൾ എക്സാം എഴുതി വെച്ചിട്ടുണ്ട്, മാർക്ക് പ്രേക്ഷകർ ഇട്ടെ, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഫോട്ടോ, ഈ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ചിരി തുടങ്ങുവാണല്ലോ. അതാണ് എന്റെ പോസ്റ്റർ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അങ്ങനത്തെ ടീമുകളാണല്ലോ ഇതെല്ലാം, ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ടീമുകളാണല്ലോ, അതിലും മാറ്റമൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. 18 പടിയൊക്കെ കഴിഞ്ഞിട്ട്, സിനിമ കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ കൂടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കരമാണെന്ന് എനിക്ക് മനസ്സിൽ കാണുന്നു. ഏറ്റവും വികൃതം വിട്ടിത്തരം വിളിച്ചു വാരിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമയില്. അങ്ങനെയല്ല, അനിയൻ എന്ന നിലയില് ഞാൻ ഇപ്പൊ തന്നെ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടിരുന്ന്, ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആണ്. കാര്യം ഇവര് സംസാരിക്കുന്ന രീതിയാണല്ലോ, എനിക്കും അധികം ഒന്നും സംസാരിക്കാൻ പറ്റാറില്ല. അപ്പൊ ഇവരൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംസാരിച്ച് പോകുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കും, കണ്ടോണ്ടിരിക്കും, ഭയങ്കര ഫാസിനേറ്റഡ്. അതുപോലെ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ, ഇവരെല്ലാവരും സീനിയർ മോസ്റ്റ് ആക്ടേഴ്സ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ എൻ്റെ ഒരു പ്രശ്നം കാരണം ഒരു ടേക്ക് പ്രശ്നമാവരുത് എന്നാണ് എൻ്റെ ഏറ്റവും ചിന്തയിൽ പൊക്കോണ്ടിരുന്നത്. കാര്യം ഇവരെല്ലാം ഫസ്റ്റ് ടേക്കിൽ ഓക്കെയാണ്, ഇനി എന്തെങ്കിലും തെറ്റിക്കൊണ്ടേ ഞാൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വേറൊരു കാര്യം പറയാം. എനിക്കും മീനരാജ് സാറിനും ബേസിലിനും പറയാം, സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന് നല്ല രീതിയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മളോടൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട്, അതെങ്ങനെ ചെയ്തു, ഒന്നുകൂടെ ശരിയാവും, ഒന്നുകൂടെ ശരിയാക്കണം. നമ്മൾ പറയും ഇല്ല നന്നായിട്ടുണ്ട്, ശരിക്കും എന്നാലും ഒന്നുകൂടെ ചെയ്യാമായിരുന്നില്ലേ. അപ്പം എങ്കിൽ ആ ഡയറക്ടർ പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡയറക്ടർ പറഞ്ഞാലും അത് കോൺഫിഡൻ്റ് ആയിരിക്കും. അത് ഒരു നടൻ ഞാൻ ചെയ്തതാണ് ശരി എന്ന് വിശ്വസിക്കുന്നതിനേക്കാളും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം ശരിയായോ ചേട്ടാ എന്ന് ചോദിക്കുന്ന ആ ഒരു മെന്റാലിറ്റി തീർച്ചയായിട്ടും അത് വളരാൻ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. 3 സിനിമയിലാണ് ഇപ്പൊ സന്ദീപ് അഭിനയിച്ചത്. 3 തരത്തിലുള്ള റോളുകളാണ് ചെയ്തിരിക്കുന്നത്. 3 വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 18 പടിയിലാണെങ്കിലും, ഇപ്പോ അന്താക്ഷരിയിലാണെങ്കിലും വേറൊരു ഭയങ്കര ഇമോഷണൽ ക്യാരക്ടറാണ് അന്താക്ഷരിയിലെ. ഭയങ്കര ഡ്രാമയുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കുറച്ചുകൂടെ യങ് പറയുന്ന പാർട്ടിങ്ങും പിള്ളേരും വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയൊക്കെ നടക്കുകയും അങ്ങനെ കുറച്ച് കുസൃതികളൊക്കെ ആയിട്ട് നടക്കുന്ന ലിവിങ് റിലേഷൻഷിപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന, വളരെ എന്താ പറയുക വൈബ്രന്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ അതെ. പിന്നെ മഞ്ജു പിള്ളയുടെ മകനായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതേ മണ്ടത്തിലും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഉത്തരവാദിത്തമില്ല മഞ്ജു പിള്ള, എനിക്ക് ഉത്തരവാദിത്തമില്ല, മഞ്ജു ചേച്ചിയും കൂടെ വേണമായിരുന്നു. എനിക്ക് ഉത്തരവാദിത്തമില്ല അത് ഞാൻ പറഞ്ഞു. മഞ്ജുവിന്റെ ആബ്സെൻസിൽ പറയാം. മഞ്ജു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പെട്ടെന്ന് മഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിരിക്കും, മഞ്ജുവിന്റെ മണ്ടത്തരം കാര്യങ്ങൾ, ഹ്യൂമർ. പക്ഷെ മഞ്ജു എന്ന് പറയുന്നത് ഇതിൽ ചിരിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം മഞ്ജു ഒരു അമ്മയായിട്ട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവമാണ്. ചായം പിടിച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അതാ പറഞ്ഞത് സിനിമയില് അമ്മ തന്നെയാണ്, 2 ആൺകുട്ടികളുടെ അമ്മ തന്നെയാണ് ഇതുപോലെ. പക്ഷെ അതല്ല ഇത്, നമുക്ക്
അപ്പൊ സിമിലർ സ്പേസിൽ നിൽക്കുന്ന ഒരു അമ്മ തന്നെയാണ് ഈ പറയുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, 2 ആൺകുട്ടികളുടെ അമ്മ. പക്ഷെ അതിൽ നിന്ന് ഇതൊന്നും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു ആക്ട്രസിന്റെ വേഴ്സറ്റാലിറ്റി ആണല്ലോ. ഒരേ സെറ്റിങ്ങിൽ നിൽക്കുന്ന പക്ഷെ രണ്ടും 2 രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് മഞ്ജു ചേച്ചി ഭയങ്കര ഈസി ആയിട്ട് ഫുൾ ഓഫ് ചെയ്തു. അങ്ങനെ ഭയങ്കര എഫേർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. ബിഹേവിയർ എന്ന് പറയുന്നത് വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു വീട്ടമ്മയുടെ ഒരു സംഭവം. ഒരു ജോലിക്കാരിയായിട്ട്, ഉദ്യോഗസ്ഥയായിട്ട് വീട്ടിലേക്ക് തിരിച്ച് കയറി വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും 5 മണി വരെ ജോലി ചെയ്തിട്ട് വരികയാണെന്ന് തോന്നും നമുക്ക്. അതൊരു വല്ലാത്ത കഴിവാണ്. നമുക്ക് ആ ഒരു ബാഗുമായിട്ട് കയറി വരുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന് വേണ്ടി അധ്വാനിച്ച് അവിടെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ ക്ഷീണിച്ച് വരുന്ന ഒരു വീട്ടമ്മയായിട്ട് നമുക്ക് തോന്നും. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഏത് ട്രെയിൻ യാത്രയിലും ഉള്ള ചില വീട്ടമ്മമാരുടെ ഭാവത്തോടുകൂടി സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും സ്വന്തം കുട്ടികളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് തോന്നും. ഒരു സാഹചര്യത്തിനനുസരിച്ച് ക്ഷീണമായിക്കോട്ടെ, പ്രതീക്ഷ ആയിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, എല്ലാം മിന്നി മറയാണ് മഞ്ജുവിൻ്റെ മുഖത്ത്. വളരെ ബ്രില്യൻ്റ് പെർഫോമൻസ്. 4 ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഷോൾഡർ ചെയ്തു പോകുന്ന അമ്മമാരുണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടിലെ 4, 3, 2 എത്ര ആണുങ്ങളോ ആയിക്കോട്ടെ, എല്ലാത്തിന്റെ ഇടയിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അമ്മമാരായിരിക്കുമല്ലോ. ഇതൊന്നും എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പ്രശ്നം, ബഹളം. പക്ഷെ എപ്പോഴും അമ്മമാരാണിത് എന്താ പറയുക, ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റന്മാരാണ് അവർ. ഈ പറയുന്ന എവിഡൻ്റ്ലി ബാക്കിയുള്ളവർക്കാണെങ്കിലും അമ്മമാരാണ് ആക്ച്വലി ഇതെല്ലാം പിടിച്ച് കോർത്ത് കൊണ്ടുപോകുന്നത്. അത് അച്ഛനാണെങ്കിലും മകനാണെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ അമ്മ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും, അവൻ അങ്ങനെ പറയുന്നു. മകൻ്റെ അടുത്ത് പോയിട്ട് പറയും, അച്ഛനും അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലടാ എന്നൊക്കെ പറയുന്ന അമ്മമാരുണ്ടല്ലോ. പക്ഷെ എന്നാൽ അത് അങ്ങനത്തെ ഒരു ഭയങ്കര ടിപ്പിക്കൽ അമ്മയോ അല്ല. നമ്മളൊരു നന്മ, അയ്യോ ഭയങ്കര അങ്ങനത്തെ ഒരു അമ്മയോ അല്ല. ഈ പറയുന്ന തഗ്ഗാണ് അമ്മയുടെ. ഈ പറയുന്ന അച്ഛൻ്റെ അടുത്താണ്, എന്നാൽ പിന്നെ നിങ്ങൾ പോയി, ഇപ്പോൾ ഹെലികോപ്റ്റർ വരും നിങ്ങൾ എടുത്തുകൊണ്ട് പോയി പണി നോക്കുമ്പോൾ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ അടിയിൽ ഒരു ലെയറായിട്ട് ഈ പറയുന്ന ഇതെല്ലാം ഉണ്ട്, ഉള്ളിലെല്ലാം ഉണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഒരു ഷുഗർ കോട്ടഡ് അമ്മയോ അല്ല തന്നെ പറയുന്ന ഒരു. ഇനി ഒരു കാര്യം കൂടെ സസ്പെൻസ് പൊളിക്കാം. ഈ സിനിമയിൽ വേറെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, ഈ പടത്തിലെ ഏറ്റവും ചിരി ഉണർത്തുന്ന സീനുകളുടെ എല്ലാം കാരണക്കാര് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ മണ്ടത്തരം ഈ കഥയിൽ വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. എൻ്റെ വലിയ മണ്ടത്തരങ്ങൾ ഇത് ചിരി ഒരുക്കുന്നുണ്ട്. ബേസിലിൻ്റെ ക്യാരക്ടറിൻ്റെ മണ്ടത്തരം ഒരുപാട് ചിരിക്കുള്ള വക ഒരുക്കുന്നുണ്ട്. വലിയൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അത് സസ്പെൻസാണ്. ആ മണ്ടത്തരം കാരണമാണ് നമ്മൾ എല്ലാവരും ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാരും കയ്യിലിരിപ്പ്, ഈ മസിലൊക്കെ പിടിച്ചിരിക്കുന്നു നിൽക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമാന്മാരെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാരും വിചാരിക്കുന്നത് അവരവര് ഭയങ്കര മിടുക്കന്മാരാണ്. പക്ഷെ നല്ല മണ്ടന്മാർ. ആ മണ്ടത്തരമാണ് നമ്മൾ തിയേറ്ററിൽ കൂട്ടച്ചിരിയാക്കുന്നത്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഒരു മണ്ടത്തരം, ഒരു ബാലിശമായിട്ടുള്ള ചില നിലപാടുകളുണ്ടല്ലോ, അത് മണ്ടത്തരത്തിനപ്പുറം ബാലിശം. അതിൽ ഉള്ള മണ്ടത്തരം, എന്താണ് ഇയാള് എന്ന് തോന്നുന്ന രീതിയിൽ ഓരോരുത്തരും എല്ലാവരുടെ ഈഗോ ആണ് അവരെ മണ്ടന്മാർ. യെസ്, അതാണ് കറക്റ്റ്. ഈഗോ ആണ് മണ്ടന്മാർ. എല്ലാവരും അവനവൻ ശരിയാണെന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. ആരാ ശരിയാന്നുള്ളതാണ് നമുക്ക് കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയിട്ട്. ആരും ശരിയല്ല. ശരി, ആ തെറ്റുകള് തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ശരി. അവരുടെ കുറവുകളെ നമ്മൾ അംഗീകരിച്ച കാര്യങ്ങൾ ഒരുമിച്ച് പോവാന്നുള്ളത് ആണ് ശരി. അല്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ശരിയല്ല. ആ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള യാത്രയാണ് തിയേറ്ററിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതെ, ആ ഒരു യാത്രയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അച്ഛൻ കഥാപാത്രങ്ങളാണ് അല്ലേ? ഇപ്പൊ എല്ലാത്തിനും അങ്ങനെയാണ് വിളിക്കുന്നത്. അല്ല, ആണ്. അതിൽ സന്തോഷമുണ്ട്. അച്ഛൻ എന്നല്ല, എൽഡർലി ക്യാരക്ടേഴ്സ് അതിലോട്ട് ഞാൻ ആയി കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഇനി മായൻകുട്ടി ആവാൻ പറ്റില്ല. ഇനി മായൻകുട്ടിയുടെ അച്ഛൻ, അപ്പുക്കുട്ടൻ്റെ അച്ഛൻ, ഹൃദയഭാനുവിൻ്റെ അച്ഛൻ, പിന്നെ കാക്കക്കോയിലിൻ്റെ ആ ക്യാരക്ടർ ടൂട്ടിയുടെ അച്ഛൻ, അതൊക്കെ ഇനി ആലോചിക്കാം. ഇനി അച്ഛൻ സീസണാണ്. ഇല്ലെങ്കിൽ അവരുടെ മൂത്ത അമ്മാവൻ എന്നൊക്കെ പറഞ്ഞാൽ ആ സീസൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടൂട്ടിയുടെ അച്ഛൻ എങ്ങനെയായിരിക്കും? ടൂട്ടിയുടെ അച്ഛൻ ചിലപ്പോ വിക്ക് കാണുമോ? അതെ, ആക്കോൽ അവിടെ ഉണ്ടല്ലോ മോനെ. ആ അച്ഛൻ എങ്ങനെയായിരിക്കും? അതെ, എല്ലാ അച്ഛനും അത് ആ അച്ഛൻ്റെ ഹ്യൂമറിനപ്പുറമുള്ള ചില ഷെയ്ഡ്സ് ഈ പടങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്. ഈ പടത്തിലും ഹ്യൂമറിനപ്പുറമുള്ള ചില ഷോർട്സ് ഉണ്ട്, സീൻസ് ഉണ്ട്. അതിലാണ് സന്തോഷം. ഓരോ ക്യാരക്ടറിലും നർമ്മം വെച്ച് മാത്രം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ചില ടച്ചസ്, സെൻറ്റിമെൻറ്റ്സ് എന്ന വാക്കോ ഇമോഷൻസ് എന്ന വാക്കോ ഞാൻ ഉപയോഗിക്കുന്നില്ല. ചില ലൈഫിൻ്റെ ടച്ചസ് ഉള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടുന്ന ഇപ്പോഴുള്ള എൽഡർലി റോൾസിലെല്ലാം തന്നെ ചില ഹ്യൂമൻ എന്താ പറയുക ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ്, ലൈഫിൻ്റെ ടച്ചസ് ഉണ്ട്. അതിൽ ഞാൻ സന്തോഷവാനാണ്. ഈശ്വരനോട് നന്ദിയുണ്ട്.
തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവച്ചിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഓരോ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരച്ഛൻ കഥാപാത്രം മറ്റച്ഛൻ കഥാപാത്രം എന്തൊക്കെ വ്യത്യാസമുണ്ട് അതെല്ലാം വ്യത്യാസം എടുത്തിക്കൊണ്ടിരുന്നതാണ് ജഗദീഷൻ വരുന്നത്. അല്ല, അതിനെല്ലാം ഡയറക്ടേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും അവര് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിതീഷ് എൻ്റെ അടുത്ത് ചില ഷോർട്സിൽ എൻ്റെ അടുത്ത് പറയും, ചേട്ടാ അത് ഒന്നുകൂടെ തരുമോ, അടുത്ത് കൊടുക്കുമ്പോൾ പറയും നൈസ്. ആ നൈസ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെ ഷോർട്സ് കഴിഞ്ഞിട്ട് നിതീഷ് നൈസ് എന്നാണ് പറയുന്നത്. നൈസ് നൈസ് ചേട്ടാ നൈസ്. അപ്പൊ നമ്മൾ തന്നെ ഒന്നുകൂടെ വേണം, വേണ്ട ചേട്ടാ നൈസ്. അപ്പൊ നമ്മൾ ഹാപ്പി ആവും. ആ നൈസ് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. അല്ല, നമ്മൾ എത്ര ടേക്ക് വേണോ അഭിനയിക്കാൻ തയ്യാറാണ്. ഒരു ഡയറക്ടർ അയാൾ എത്ര നാളുകൊണ്ട് കൺസീവ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പൊ അയാൾ വീണ്ടും ഒരു ടേക്ക് വേണം, ഇതെങ്ങനെ വേണം എന്ന് നമ്മൾ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ സംഭവം അതിനനുസരിച്ച് ഒരു ചെറിയ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടത്തിന് പോലും ചിലപ്പോൾ ഒരു ടേക്ക് കൂടെ വേണം ചേട്ടാ, അങ്ങനെ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ദൂരെ നോക്കുന്ന പോലെ ഒരു ഷോട്ട് വേണം, ഇങ്ങനെ ചേട്ടാ അടുത്തൊന്നും നോക്കണ്ട, വളരെ ദൂരെയായിട്ട് അതൊരു ചിന്ത പോലെ എനിക്ക് തോന്നണം. വീണ്ടും ഒരു ഷോട്ട് കൊടുക്കും, നൈസ്. ഓക്കെ, അത് ടാഗ്ലൈൻ ആയിട്ട് കൊടുക്കാം പടം കഴിയുമ്പോൾ നൈസ്. അത് പ്രേക്ഷകർ പറയട്ടെ നൈസ്. പ്രേക്ഷകർ കഴിയുമ്പോൾ നൈസ് എന്ന് പറഞ്ഞു പോകണം. ആ രീതിയിലേക്ക് എത്തട്ടെ സിനിമ. അതാണ് ഈ വില്ലച്ചനായിട്ടാണല്ലോ, വില്ലച്ചൻ എന്ന് വേണമെങ്കിൽ പറയണം നമുക്ക്, അല്ലെ? അപ്പൂപ്പനാണ് വില്ലച്ചൻ, അപ്പൂപ്പൻ എല്ലാം നമ്മൾ പല രീതിക്ക് പറയുമ്പോൾ എനിക്ക് ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമ്മളെ അഞ്ഞൂറാനെയൊക്കെ ഓർമ്മ വരും. ഗോഡ് ഫാദറിലെ ആ സിനിമകളിലെ ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു പ്രായവും പക്വതയും ഒക്കെ കാണിക്കുന്നു. പക്ഷേ വിഡ്ഢിത്തരം എന്ന് ജഗദീഷണം പറഞ്ഞതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഇത്രയും വിഡ്ഢിത്തരം പറയാൻ ഈ ഭയങ്കര കഴിവല്ല. ജീവിതത്തിലും വിഡ്ഢിത്തരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതിൽ പോലും ഒരു കാര്യം പറഞ്ഞോട്ടെ, വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. അതെ, ഞാൻ അതിലേക്ക് വന്നിട്ടോ. ഞാൻ വേറെ രീതിക്കല്ല ഈ സിനിമയിലെ സിനിമയിലെ ക്യാരക്ടറിന്റെ കാര്യം അല്ല, ഒരു ഭയങ്കര മണ്ടത്തരമല്ല അദ്ദേഹത്തിന്റെ സിനിമയിലെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്. സിനിമയിലെ ക്യാരക്ടർ തന്നെ ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കുന്ന സമീപനങ്ങളാണ് മണ്ടത്തരമായി വരുന്നത്. അത് എല്ലാവർക്കും വരുന്നുണ്ട്. അതെ, ഉണ്ട്, എല്ലാവർക്കും വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഒരു പാരമ്പര്യം പോലെ എല്ലാവർക്കും കിട്ടിയേക്കാം. കുടുംബ പാരമ്പര്യമായിട്ട് എന്തായാലും വരുമല്ലോ. അർദ്ധന്മാരുടെ പാരമ്പര്യമായിട്ടും കൂടെ പിടിച്ചു കൊടുത്തതാണ്. ചെയ്തു വെച്ചിരിക്കുന്ന നാടകത്തിൽ എന്നും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു നാടകത്തിന്റെ ഡയലോഗ് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാൻ പറ്റുക? ഞാൻ PM ആന്റണിയുടെ കൂടെ സ്പാർട്ടക്കസ് എന്നൊരു നാടകത്തിൽ ഒരു അടിമ മൂപ്പൻ്റെ വേഷമുണ്ട്. ക്രൂരനും കൗശലക്കാരനുമായ അടിമ മൂപ്പൻ. ഈ അവിടെ അങ്ങനെയാണല്ലോ, ഈ അടിമകളെ വിലക്ക് വാങ്ങി എടുക്കുക. അപ്പം അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേതാണ്. ബറീനിയ, ഞാനവളെ കാണുമ്പോൾ അവൾക്ക് 19 വയസ്സ്, കാണാൻ സുന്ദരി. പക്ഷേ രാത്രി ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു കാട്ടുപൂച്ചയെ പോലെ അവൾ എന്നെ മാന്തി കീറി കളഞ്ഞു. അതൊക്കെ ഓർത്തിരിക്കുക അല്ലേ ചേട്ടാ? നമ്മള് പല ആളുകളും സിനിമയുടെ ഡയലോഗ് മറന്നു പോകും. ജഗദീഷേട്ടൻ ഇപ്പൊ ഏത് സിനിമയുടെ ഡയലോഗ് വെച്ചാലും പറയുന്ന അറിയാം. ഇതില് വേറെ കാര്യമുണ്ട്. ഇതില് അപ്പൂപ്പന്റെ ചില ഡയലോഗ്സ് ആൾക്കാർ ഏറ്റു പറയും. ഉറപ്പാണ്, നമ്മുടെ സിനിമയിലെ ഉറപ്പാണ്. ഇതിൽ ഏറ്റവും ആയിട്ടുള്ള ആൾ അപ്പൂപ്പനാണ്. ക്യാരക്ടേഴ്സ് ഏറ്റവും ബാക്കി എല്ലാവരെക്കാളും ബുദ്ധിയുള്ള ആള് അപ്പൂപ്പനാണ്. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള. 2 മക്കളിൽ നിന്നും ഏറ്റവും ഉദരം ആരായിരുന്നു? സിനിമ കണ്ട് തീരുമാനിക്കാൻ പറയല്ലോ കേട്ടോ. അല്ലല്ല, 2 മക്കളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നിലപാട് പറഞ്ഞാൽ അത് ഈ പടത്തിന്റെ കുറച്ച് സസ്പെൻസ് പോകും. അപ്പൊ പറയരുത്. അല്ല, ഞാനത് പറയുന്നില്ല. ഈ 2 മക്കൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രത്യേകതകൾ എന്തെന്ന് ഞാൻ പറഞ്ഞു. അയാൾ വളരെ പ്രാക്ടിക്കലാണ്. ബേസിലിൻ്റെ ക്യാരക്ടർ വളരെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് വരുമാനം വേണമെന്നും സ്വന്തമായിട്ടൊരു ജീവിതം വേണമെന്നും പിന്നെ അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് വിചാരിക്കുന്ന ആളാണ്. മറ്റു 2ാമത്തെ മകൻ അത്രയും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. ഇയാളുടെ ഭയങ്കര ഇമോഷണലാണ്. ഒരു വികാരത്തിന് അടിമയാണ് അയാൾ. കാരണം വെച്ചാൽ ഒരു ദേഷ്യം വന്നാൽ വേറൊരാളെ അടിക്കാൻ തോന്നുക, അത് ആ അടി കൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ 2ാമത്തെ മകൻ ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എടുത്തുചാട്ടക്കാരനാണ് എൻ്റെ 2ാമത്തെ മകൻ. മൂത്ത മകൻ കുറച്ചുകൂടെ പക്വതയുള്ളതാണ് അല്ലേ? മറ്റവൻ കുറച്ചുകൂടെ ഒരു പിന്നെ ഇതൊരു കല്യാണ പ്രായം എത്തി നിൽക്കുന്ന മകൻ.
അപ്പം മറ്റേ കല്യാണപ്രായമാവാൻ ഇനി ഒരു 5 വർഷം ഉണ്ട് എന്നുള്ള രീതിയിൽ അയാളുടെ കുറച്ചുകൂടെ യൂത്ത്ഫുൾ ചിന്തകളുമായിട്ട് നടക്കും. ചിന്താഗതിയായിട്ടുള്ള യാത്രയാണ് ഈ സിനിമയിൽ ഈ ചെയ്യുന്നത്. ഈ രണ്ടുപേരും അടിക്കാൻ ഭയങ്കര ധൈര്യം, അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭയം. കുറെ എനിക്ക് ഇതിനകത്ത് കുറെ ക്യാപ്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും കുറെ സംഭവങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ജഗദീഷ് ചേട്ടനായിട്ടുള്ള ഒരു ലൊക്കേഷന്റെ അനുഭവത്തിൽ രസകരമായ ഒരു ഓർമ്മ എന്തായിരിക്കും? കുറെ രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യ ദിവസം സെറ്റിൽ ചെല്ലുമ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജഗദീഷ് ചേട്ടനെ കാണുന്നത്. ഞാൻ ഈ പറയുന്ന ഈ ജഗദീഷ് ചേട്ടന്റെ സിനിമകൾ ചെറുപ്പം മുതലേ കാണുന്നു. ഇപ്പൊ ഗോഡ് ഫാദർ ആണെങ്കിലും കാക്കക്കുയിലാണെങ്കിലും എല്ലാ ഇപ്പൊ ഇനി കരിയർനഗറൊക്കെ നമ്മൾ കണ്ട് വളർന്നിട്ട് ഇങ്ങനെ ഒരാള് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു ഫാൻ ബോയ് മൊമെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആദ്യത്തെ ദിവസം ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പക്ഷെ ജഗദീഷ് ചേട്ടൻ ഭയങ്കര എനിക്ക് അറിയില്ലാത്തൊരു ജഗദീഷ് ചേട്ടനെയും കൂടെ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ കുറെ കൂടെ നമുക്ക് ഈ പറയുന്ന ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ എല്ലാത്തിനെ കുറിച്ചും എല്ലാം അറിയാം. ഈ പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് ജഗദീഷ് ചേട്ടൻ ഒരു അണ്ടർ റേറ്റഡ് സിനിഫൈലാണ്. അതായത് ഇത്രയും സിനിമകൾ കണ്ടിട്ടുള്ള ഇത്രയും സിനിമകളെ കുറിച്ച് അറിവുള്ള ഒരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല. അതായത് ഏത് സിനിമയും ഇന്ത്യൻ സിനിമ പ്രത്യേകിച്ച് ഈ പറയുന്ന ഹിന്ദി സിനിമയാണ് എസ്പെഷ്യലി ഹിന്ദി സിനിമയിൽ ഏത് പഴയ പാട്ട് ചോദിച്ചാലും അല്ലെങ്കിൽ പുതിയ പാട്ട് പഴയ പാട്ട് പുതിയ ആക്ടേഴ്സ് പഴയ ഡയറക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടർ ഇവരെ ഏത് 60s മുതൽ 70s മുതൽ 80s മുതൽ എന്ത് ഹിസ്റ്ററി എടുത്ത് ചോദിച്ചാലും ജഗദീഷ് ചേട്ടൻ പറയും. അത് ഇപ്പോഴും അത് അപ്ഡേറ്റഡ് ആണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡയറക്ടർ അയാൾ അടുത്ത ചെയ്യാൻ പോകുന്ന ആരെ വെച്ചിട്ടാണ് ഹിന്ദി സിനിമ ഞാൻ പോലും അറിയാത്ത ആൾക്കാരെയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തരാറുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ജഗദീഷ് ചേട്ടൻ പോയി ഇതൊക്കെ കൊള്ളാവുന്ന കുറച്ച് പടങ്ങൾ പറഞ്ഞത്. അതൊക്കെ എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എല്ലാ സിനിമയും ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളും കൂടെയാണ്. തിരുവനന്തപുരത്ത് കലാഭവൻ തിയേറ്ററിൽ കൈരളി ശ്രീയിലൊക്കെ പോയിരുന്നു സിനിമ കാണുകയും ചെയ്യും. സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ അഭിപ്രായങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. ഏത് സിനിമയാണെങ്കിൽ അഭിനയിച്ചതോ അല്ലാത്തയോ സിനിമകളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ ദൂതന്മാരുണ്ട് എല്ലായിടത്തും. എന്താ ഈ ആ സിനിമ എന്താ എല്ലാ സിനിമയെ കുറിച്ചും അറിയാം. എല്ലാ സിനിമയും വർക്കായോ ഇല്ലയോ എന്തൊക്കെയാണ് അത് ആ ഓഡിയൻസ് ഹിറ്റായോ ഫ്ലോ എല്ലാത്തിനെ കുറിച്ചും വെരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ജഗദീഷ് ചേട്ടനും കൂടെ ഉണ്ട്. എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ യൂട്യൂബിൽ വാർത്ത കേട്ടോണ്ടിരിക്കും. ഇപ്പോൾ റൂമിലാണെങ്കിൽ റൂമിൽ നിന്ന് വാർത്ത കേൾക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം യൂട്യൂബിൽ. ഈ പറയുന്ന മൊബൈലിൽ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് വലിയ അക്ഷരങ്ങളാണ് കണ്ണട വെക്കൂല. അപ്പൊ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് വലിയൊരു മൊബൈൽ. അപ്പൊ അതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുതിയ എല്ലാ വാർത്ത അപ്ഡേഷൻ എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം നമുക്ക് അങ്ങനെ പോകുമ്പോഴും എല്ലാത്തിനെ കുറിച്ചും റെലവെന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും എത്ര പ്രായമാകുമ്പോഴും നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് റെലവെന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ചില ആൾക്കാർ നമുക്കൊരു സജഷൻ, ഇപ്പം നമ്മുടെ ഒരു വലിയ പ്രായ വ്യത്യാസമുള്ള ഒരാൾ നമുക്ക് ചിലപ്പോൾ സിനിമയെ കുറിച്ചൊരു സജഷൻ നമ്മളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിലും ഒരു ഫീഡ്ബാക്കോ അതിനൊരു സജഷനോ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് സിങ്ക് ആവാറില്ല. നമുക്ക് ചിലപ്പോൾ അയ്യോ അത് നമ്മളപ്പോൾ അന്നേരം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പിന്നെ കുഴപ്പമില്ല നമുക്കത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷേ ജഗദീഷ് ചേട്ടൻ പറയുന്നത് കറക്റ്റ് കാര്യങ്ങളാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഫീഡ്ബാക്സും ചില സജഷൻസും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും സിനിമേൻ്റെ തന്നെ പല കാര്യങ്ങളും സജഷൻസ് ഒക്കെ വളരെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് റെലവെന്റ് ആയിട്ടും അപ്ഡേറ്റഡ് ആയിട്ടും ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ നമ്മൾ തമ്മിലുള്ള വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആവുന്നു. അല്ലെങ്കിൽ ക്രിയേറ്റീവ്ലി ആണെങ്കിലും അല്ലാതെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആയിരുന്നു അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പൊ അതൊക്കെ എനിക്ക് എന്താ പറയുക ഒരു ടേക്ക് അവേ ആണ്. അതുപോലെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരാണസിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞങ്ങൾ റോട്ടിൽ ഇങ്ങനെ ഒരു സ്ട്രീറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും ഉണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, സന്ദീപുണ്ട്, അപ്പൂപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനെ വെറുതെ നമ്മളപ്പോൾ വലിയ സെറ്റപ്പിലൊന്നും അല്ല പോകുന്നത്. നമ്മൾ ഇവിടുത്തെ സിനിമയുടെ അവിടെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ക്യാരവനും ബഹളവും ഇന്നോവകളും അല്ലെങ്കിൽ വലിയ ലൈറ്റ് യൂണിറ്റ് അങ്ങനെയൊന്നുമല്ല. ഒരു മലയാള സിനിമ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു. അവിടെ വരുന്നവർക്ക് പോകുന്നവർ ഇങ്ങനെ നോക്കും എന്തോ സിനിമയാണോ എന്താ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അല്ലാതെ വലിയ സെറ്റപ്പ് അല്ല. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന ഒഴുകി ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ് നമ്മൾ അവിടെ കണ്ടു. അവിടെ 15 ക്യാരവൻ അത് കണ്ടപ്പോൾ ഇതാണ് ഷൂട്ടിങ്, നമ്മള് സൈഡിൽ കൂടെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഫ്രെയിമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അവിടുത്തെ ഒരു ലോക്കൽ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഹീറോ കോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഹീറോ അപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞത് ഇതാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ പുള്ളി ഹീറോ ഇവനാണോ ഹീറോ എന്ന് ചോദിച്ചു. അപ്പൊ ജഗദീഷ് ചേട്ടൻ അങ്ങോട്ട്
ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറയുന്നത് പിന്നെ അങ്ങ് തുടങ്ങി ഹിന്ദിയില് കൊടൂര മാസ്. അതായത് എല്ലാരും സൽമാൻ ഖാൻ ആവണോ, എല്ലാരും ബോഡി വെച്ചിട്ട് പോയാലാണോ ഹീറോ ആവുള്ളൂ. ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചു. ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഇതിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കണ്ട. അല്ലെ, ഞാൻ റിയൽ ആയിട്ട് തന്നെ ആളുടെ അടുത്ത് ചൂടായി. അയാൾ അവസാനം സോറി സർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അവസാനം അയാൾ കോംപ്രമൈസ് ആയി നമ്മൾ ഹീറോ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ അവിടുത്തെ കാറിന്റെ ഡ്രൈവർമാരൊക്കെ എവിടെന്ന സൗത്ത് ഇന്ത്യൻ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് KGF മ്യൂസിക് ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മോനെ കൊള്ളാം. പുഷ്പയെ കണ്ടിട്ട് അവർ ആ ഹാങ് ഓവറിലിരിക്കുക. KGF പുഷ്പയെ കണ്ടിട്ട് മോനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ഹീറോ, മറ്റൊരു പുഷ്പ വന്നിട്ടുണ്ട് എന്നുള്ളൊരു മൂഡിലാണ് അവര്. അപ്പൊ ഒന്ന് ഗമയിലൊക്കെ വന്നതാ. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞപ്പോ തീർന്ന് ഹീറോ നികച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ സീൻ എടുത്തോണ്ടിരിക്കുക. അപ്പൊ അകത്ത് ഷൂട്ട് നടക്കുകയാണ്. അപ്പൊ ഞാൻ പുറത്ത് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിട്ട് ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഒരു ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഷൂട്ടിംഗ് ചെല്ലറേ, ഷൂട്ടിംഗ് അന്തർ മൂവി, ടെലിഫിലിം, സീരിയൽ, ഷോർട്ട് ഫിലിം, എന്താ മൂവി സൗത്ത് ഇന്ത്യൻ മൂവി. അപ്പൊ ഹീറോ കോനെ ഹീറോ അന്തറേ അന്തർ. അപ്പൊ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമോ? പിന്നെന്താ അകത്തോട്ടില്ല പുള്ളിനെ കയറ്റി വിട്ടു. വെറുതെ എന്തിനാ ഇനിയിപ്പോ ഇവിടെ നല്ല ആവശ്യത്തിലധികം പുച്ഛം കിട്ടുന്നുണ്ട്. പിന്നെ അവസാനം വല്ല കാശിയിലും പോയി. പക്ഷെ പുച്ഛം കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നമ്മളവിടെ കാശിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഈ പടിയിലൊക്കെ ചെന്നിരിക്കണം. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ വലിയ ആളൊന്നുമില്ല. അവിടെ ചെന്നിരിക്കണമെങ്കിൽ പെർമിഷൻ വാങ്ങിച്ച് കുറച്ച് നേരം, കൂടുതൽ നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല നമ്മളെന്തെങ്കിലും വാങ്ങിക്കാതെ. അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് ആദ്യം അയാൾ അകത്ത് നിന്ന് ചോദിച്ചത് എന്താണ് ഇവിടെ കയറിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അകത്ത് നിന്ന് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു സിനിമയാണ്, ആരാണ് ഹീറോ എന്ന് പറഞ്ഞ് ഇതേ ഒരു ഡയറക്ടർ ഇവിടെയാണ്, കോൺസെപ്റ്റ് പിക്ചർ പറഞ്ഞ് ഈ പടത്തിന്റെ പറഞ്ഞു ഡയറക്ടർ മിന്നൽ മുരളിക്ക ഡയറക്ടർ നെറ്റ്ഫ്ലിക്സ് ഭയങ്കര സ്വീകരണമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവം ഉണ്ടായി. പിന്നെ ഹോട്ടലിൽ നമ്മൾ എല്ലാ ദിവസവും അവിടെ ഇരുന്നു. അന്ന് മാക്സിമം ടൈം അയാൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പൊ നമ്മൾ മലയാളത്തിൽ നിന്നും ഒരു പടം കാശിയിലുള്ള ഒരാൾ അത് കണ്ടിട്ട് അയാൾക്ക് നമ്മളോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. വലിയ കാര്യമല്ല. അതും അതിന്റെ ഒപ്പം ചേർത്ത് പറയേണ്ട കാര്യമാണ്. ഹിന്ദി പേര് പറയാൻ മിന്നൽ മുരളി എന്നൊക്കെ പറയാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ വേറെ പേരൊന്നും അല്ല. അതെ. ഏതായാലും അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായ സിനിമയാണ്. എനിക്ക് ഇനി ഇതിനകത്ത് വേണ്ടത് നമുക്ക് അവസാനിപ്പിക്കാൻ വൈൻഡപ്പിലേക്ക് വേണമെന്നത് നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് തിരിച്ച് അപ്പുക്കുട്ടനായിട്ട് ഡയലോഗ് പറയും. മറുപടി ഒരു വിക്കൊക്കെ വെച്ചിട്ട്. അപ്പുക്കുട്ടനല്ലോ ആ ടൂട്ടിയുടെ നമ്മൾ അതിനകത്ത് പറഞ്ഞു. മറ്റേ അച്ഛന്റെ ഡയലോഗിൽ പറഞ്ഞത് റെപ്പറ്റേഷൻ ആവും. വേറെ ഒരു ഡയലോഗ് നമുക്ക് പറയാം. മക്കള് 2 ഡയലോഗ് അതിന് മറുപടി അച്ഛൻ പറയണം. മക്കള് പറയും ഡയലോഗ്, അച്ഛൻ അതിന് വേറെ രീതിക്ക് മറുപടി പറയണം. മക്കള് ഏത് ഡയലോഗ് പറയണം? ഇതിലെ ഡയലോഗ് വേണമെന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, അപ്പുക്കുട്ടനാണെന്ന് വിചാരിക്കുക, അപ്പുക്കുട്ടൻ 2 മക്കളാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ മറുപടി പറയുന്നത് ചോദിച്ചാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയല്ല, ഒന്നുകൂടെ ചോദിച്ചു. അപ്പൊ നമുക്ക് വൈൻഡപ്പിന്റെ സമയമായി. 2 മക്കൾ, അപ്പുക്കുട്ടൻ 2 മക്കള്. ഇവർ രണ്ടുപേരും അപ്പുക്കുട്ടൻ അച്ഛനോട് ഇവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പുക്കുട്ടൻ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മറുപടികൾ പറയണം. ഓക്കെ, ഇവരാണ് മക്കള്. ഞാൻ അപ്പുക്കുട്ടൻ. ശരി, മക്കള് ചോദിക്കണം മക്കളെ. അച്ഛാ മായ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓർമ്മകളോടി കളിക്കും. മര്യാദക്ക് ജീവിച്ചു പോട്ടെ. ഇല്ല, വേറെ മറ്റേ നമ്മുടെ LIC ഏജന്റ് മായയുടെ കാര്യമാണ് ചോദിച്ചത്. മായല്ല, ജീവിതം ഒരു മായയാണ്. ഗോവിന്ദമാമൻ അങ്കിളൊക്കെ എന്ത് പറയണ?